യേശു അങ്ങനെയല്ലായിരുന്നോ? അതിരാവിലെ എഴുന്നേറ്റ് മലയിൽ പ്രാർത്ഥിക്കാൻ. അതിരാവിലെ ഇത് കാണുമ്പോൾ ശിഷ്യന്മാർ കൊതിയായി. യേശു അവരോട് പറഞ്ഞില്ല നിങ്ങൾ പ്രാർത്ഥിക്കണോ? പറഞ്ഞായിരുന്നു? യേശു ശിഷ്യന്മാരോട് പറഞ്ഞില്ല നിങ്ങൾ പ്രാർത്ഥിക്കും പറഞ്ഞോ? പറഞ്ഞത് എപ്പോഴാണ്? ലാസ്റ്റാ പറയുന്നത്. യേശുവിനെ പിടിക്കാൻ വരുന്ന സമയത്താണ് പത്രോസിനോട് യാക്കോബിനോട് യോഹന്നാനോട് പറയുന്നത് എന്തുവാ? ഒരു കൂടെ ഇരുന്ന് എന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കേ. അവർ ഉറങ്ങിപ്പോയി. 3 പ്രാവശ്യം ഉറങ്ങിപ്പോയി. 3 പ്രാവശ്യം അവരുറങ്ങിപ്പോയി. പക്ഷെ ആദ്യമൊന്നും പറയുന്നില്ല. യേശു പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ഇവർക്ക് ക്യൂരിയസ് ആയി. ഞങ്ങളെയും കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. അന്നേരം പഠിപ്പിച്ചത്. വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞില്ല. യേശു അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പോകും. എന്ന് വെച്ചാൽ ദൈവമായിട്ട് സംസാരിക്കാൻ പോകും. അന്നത്തെ ഡേ ടു ഡേ ലൈഫിന്റെ കാര്യങ്ങൾ അവിടെ ഡിസ്കഷൻ നടക്കുക. ടേക്ക് എവറി മാറ്റർ ടു ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. നമ്മുടെ എല്ലാ വിഷയങ്ങളും ദൈവ സാന്നിധ്യത്തിൽ കൊണ്ടുപോകണം. ചില കാര്യങ്ങളെ കർത്താവ് റീറൈറ്റ് ചെയ്യാൻ പോവുകയാണ്. വചനം പറയുന്നുണ്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം ജീവനും ഭക്തിക്കും വേണ്ടിയുള്ളതെല്ലാം ആ പിതാവ് എന്നുള്ള അറിവ് നമ്മൾ ലഭിച്ചു കഴിഞ്ഞു. അപ്പൊ തന്നെ പൗലോസ് പിന്നെയും പറയുകയാണ്. പത്രോസ് അങ്ങനെ പറയുമ്പോൾ പൗലോസ് പറയണം, ഒന്നിനെ കുറിച്ച് വിചാരിക്കുന്ന സകലത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ അവനെ അറിയിക്കുക വേണം. അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആവശ്യങ്ങളെ നമ്മൾ അറിയിക്കണ്ടേ? അപ്പോൾ ഇവിടെ വചനം പറഞ്ഞത് ഇതെല്ലാം തന്നു കഴിയുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സമസ്ത മേഖലയ്ക്കകത്ത് എല്ലാ വിഷയങ്ങൾക്കകത്തും ദൈവത്തിന് വന്നൊന്ന് ഡീൽ ചെയ്യണമെന്നുണ്ട്.